മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഈ ചാണകം എന്നൊക്കെ വിളിച്ചാൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വി രാജേഷിനോട് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്നു. അതിനൊരു ഒന്നൊന്നര മറുപടി വി രാജേഷ് കൊടുത്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഈ ചാണകോ എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഉറക്കം അങ്ങ് നഷ്ടപ്പെടും, വെപ്രാളത്തിലേക്ക് അങ്ങ് എത്തും. അജാതി ഒരു മറുപടി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോവാം. വി രാജേഷ് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊടുക്കാം. അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ ചാച്ചരത കേരളത്തിലെ വലിയ പൊക്കിപ്പിടിക്കൽ നടക്കുന്നുണ്ട്. കേരള സ്റ്റോറിയുടെ 2ാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് ബീഫ് പൊക്കിപ്പിടിച്ചു. ഈ ബീഫൊക്കെ പൊക്കിപ്പിടിക്കുന്നവരൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് ആരെയാ? BJP. ഈ ബീഫുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാട് എന്താണ് എന്നുള്ളത് വി രാജേഷ് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. BJP നേതാക്കൾക്ക് ബീഫിനോടൊരു വിരോധമുണ്ടോ? എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്ന്. എനിക്കറിയില്ല. ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്. ഭക്ഷണം ഏത് ഭക്ഷണം എവിടെയാണ് കിട്ടുന്നത് അത് അവർക്ക് അവിടെ കിട്ടുന്ന ഭക്ഷണം അവർ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് BJPയുടെ താല്പര്യമുള്ളവർ ബീഫ് കഴിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്ത് മുന്നോട്ട് പോവാം. അത് നിർബന്ധിച്ച് കഴിപ്പിക്കരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് കേരള സ്റ്റോറിയുടെ 2ാം ഭാഗത്തില് ട്രെയിലറിൽ ഉൾപ്പെടെ പുറത്തു വന്നത്. ഞങ്ങൾ ഇവിടെ കഴിക്കണ്ട എന്നല്ല, നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. അതാണ് ആ സിനിമയിൽ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ആരെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിച്ചതിനെ അംഗീകരിക്കാണോ? അല്ല, അത് കഴിപ്പിക്കരുത് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ കഴിച്ചോളൂ, അത് നിർബന്ധിക്കരുത് എന്നുള്ളതാണ് ആ സിനിമയിൽ പറയുന്നത്. BJPക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആര് ബീഫ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ യാതൊരു വസ്തുവില്ല. അല്ല കൊളസ്ട്രോളോ എന്തെങ്കിലും വരികയാണ്, അത് ഓരോരുത്തരും അനുഭവിക്കുക. അതിലൊന്നും ആർക്കും ഇവിടെ യാതൊരു പ്രശ്നമില്ല. എനിക്ക് ഇവിടെ പ്രശ്നമുള്ളത് എന്താ? ഗോവധം നിരോധിച്ചതാ. ആരാ നിരോധിച്ചത്? 1950കളില് കോൺഗ്രസ് തന്നെ 24 സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ഈ ഗോവധം നിരോധിക്കേണ്ടത് തന്നെയാ. ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള രാജ്യം ഒന്നടക്കമുള്ളൊരു വിഷയ. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് വലിയ ആരാധനയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതാ. അതിനെ നിരോധിച്ചിട്ടുള്ളതാ. അതിന്റെ നേരെ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നമുള്ളത്. അല്ലെങ്കിലും ഈ മിണ്ടാപ്രാണിയായിട്ടുള്ള ഈ പശു എന്നൊക്കെ പറയുന്നത് കുടുംബത്തിലൊരു അംഗത്തെ പോലെയല്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളില്, നമ്മുടെ കേരളത്തില്, നമ്മുടെ നാട്ടിൻപുറങ്ങളില്, നമ്മുടെ കൺമുന്നില് പശുവിനെയൊക്കെ വളർത്തുന്ന ഒരുപാട് ആളുകളില്ലേ? അവരൊക്കെ അവരുടെ മക്കളെ പോലെയല്ല അതിനെ നോക്കുന്നത്. ആ മിണ്ടാപ്രാണിയെ ഹീറണം, അറക്കണം എന്നൊക്കെ പറയുന്നത് എത്ര നിറകേടാണ്. അതിനെതിരെയാണ് ബോധമുള്ള സകല മനുഷ്യത്വമുള്ള മനുഷ്യരും നിലകൊള്ളുന്നത്. അത് ഇവിടെ ഒരു വലിയൊരു സമൂഹം, രാജ്യത്ത് വലിയൊരു സമൂഹം, ബോധമുള്ള ഒരു മനുഷ്യത്തുള്ള ആളുകൾ അതിനെ തൊടുന്നതിനെ അംഗീകരിക്കുന്നില്ല. അതിനെ അറക്കുന്നതൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല. ഇത് രണ്ടും രണ്ടാണ് എന്ന് എങ്ങനെയാണ് ഈ മരമൊണ്ണകളായിട്ട് ബീഫ് പൊക്കി പിടിച്ച് വരുന്ന ആളുകളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ബീഫ് പൊക്കി പിടിച്ചിപ്പോ വരുന്ന കേരള സ്റ്റോറിയുടെ 2ാം ഭാഗത്തിന്റെ ട്രെയിലറുമായിട്ട് ഇപ്പൊ മറ്റു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആരെയും പുറത്തേക്ക് കൊണ്ടുവന്നില്ല. എന്നിട്ട് ഇതാ വാർത്തയാക്കുന്നത്. ഈ മരമൊണ്ണകളൊന്ന് മനസ്സിലാക്കേണ്ട. ഈ സിനിമയുടെ പേരെന്താ? വളരെ വ്യക്തമായിട്ട് ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നുള്ളതല്ലേ ഈ സിനിമയുടെ പേര്? വല്ല ചാച്ചരത കേരള എന്നോട് പറയോ കേരളത്തിലുള്ള ആരും ഇല്ലല്ലോ, കേരളത്തിലുള്ള ആരെങ്കിലും ഉണ്ടെന്ന് ആരാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കൃത്യമായിട്ട് സിനിമയുടെ പേര് ഗോസ് ബിയോണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന് കൃത്യമായിട്ട് അതിർത്തിക്കപ്പുറം, കേരളത്തിന്റെ അതിർത്തിക്കപ്പുറം. ആ സിനിമയിൽ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. അത് നടന്നിട്ടുള്ളതാണ്. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കരുത് എന്നാ പറയുന്നത്. ഞങ്ങൾ കഴിക്കും, നിങ്ങൾ കഴിച്ചോളൂ, നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കരുത് എന്നാണ് ആ സിനിമയിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പോലും വകതിരിവില്ലാത്ത കുറെ മരമൊണ്ണകള്. ഇത് മറ്റൊന്നുമല്ല, ഒരു മിണ്ടാപ്രാണിയെ ആരും ചാടി വീണ് കൊല ചെയ്യുക എന്നുള്ളതൊന്നും ആരും അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ പൊളിറ്റിക്സിന് വേണ്ടി BJPക്കെതിരെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ കേരളത്തിൽ ഇത് വലിയ രീതിയിൽ അജണ്ട സെറ്റ് ചെയ്ത് പ്രചരണം നടത്തുകയാണ് എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനോ ഇവിടെയുള്ള പ്രതിപക്ഷത്തിനോ സ്വന്തമായിട്ട് വികസനത്തെ കുറിച്ച് ഒരക്ഷരം പറയാനില്ല. എന്നിട്ട് വല്ല ബീഫും പൊക്കി പിടിച്ചു വരിക, എന്നിട്ട് വലിയ ചർച്ചയാക്കുക, എന്നിട്ട് പരമാവധി BJPക്കെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞെടുക്കുക. അതേ സമയം
BJP കേരളത്തിൽ എന്താണ് പറയുന്നത്? ബീഫുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർ കഴിച്ചോളൂ, അല്ലാത്തവർ കഴിക്കേണ്ട. ഞങ്ങൾക്കിവിടെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഇടപെടാനുള്ള സമയമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെയുള്ള സാധാരണക്കാരുടെ അടിസ്ഥാന വിഷയങ്ങളിലാണ് ഇടപെടുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി BJP നിലകൊള്ളുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഒരു ഭാഗത്ത് ഇടതുപക്ഷം ബീഫ് പൊക്കി പിടിച്ചു വരിക. ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുള്ള വല്ല വിഷയമാണോ? ഇതൊക്കെ പൊക്കി പിടിച്ച് പരിഹസിക്കാം എന്നാൽ BJP എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്? നരേന്ദ്രമോദിയെ കണ്ട സമയത്ത് എന്താണ് മോദി മേയറോട് പറഞ്ഞത്? നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ, ചെറിയൊരു ഭാഗം. അതെന്താ ഒരു ആശംസ എന്തായിരുന്നു ശരിക്കും തിരുവനന്തപുരം പിടിച്ചപ്പോഴുള്ള ഒരു ആശംസ എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, പിന്നെ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരിക. അതിന് സാധിക്കും. അതേ ഒരു ഉദാഹരണം പറഞ്ഞു. അഹമ്മദാബാദ് കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ച് 15ാമത്തെ വർഷം ഗുജറാത്തിൻ്റെ ഭരണം കിട്ടി. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ ഭരണം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറി. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല BJP. അപ്പോൾ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ 10 or 15 വർഷമൊന്നും വേണ്ട, ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് സാധ്യത. അതുപോലെ BJP പിടിച്ചപ്പോൾ വന്ന ഒരു ഈ ട്രോളുകളെ പറ്റി പറയുമ്പോൾ വന്നൊന്നാണ് ചാണകത്തിൽ ചവിട്ടി തിരുവനന്തപുരത്ത് ചാണകം വീണു, ഇങ്ങനെയുള്ള കമന്റ്സുകൾ ഉണ്ടല്ലോ, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിലപ്പുറം പരിഹാസം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ തോറ്റ പാർട്ടിയില്ല കേരളത്തിൽ. ഞാനൊക്കെ തോറ്റപോലെ ആരും തോറ്റിട്ടില്ല. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിൽ ജയിച്ചു എന്നിട്ട് ഞങ്ങൾ ഒരിക്കൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന വാജ്പേയിയെ പരിഹസിച്ചില്ലേ? അടൽ ബിഹാരി വാജ്പേയിയെ പരിഹസിച്ചു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയെ കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതും പോലെ ആരെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരിഹസിച്ചിട്ടില്ല. ഈ പരിഹാസമൊക്കെ കേട്ടപ്പോഴേക്കും ഞങ്ങൾ എന്താ ചെയ്ത്? പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊണ്ടേയിരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം നോക്കി മുന്നോട്ട് നടന്നുകൊണ്ട്. അപ്പോൾ ഇപ്പോഴും പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം മാത്രം നോക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പരിഹസിച്ചവിടുന്ന് എവിടെ നിൽക്കുന്നു, ഞങ്ങൾ എവിടെ നിൽക്കുന്നു. നിങ്ങൾ കേട്ടില്ല, ഒരു 1.5 മറുപടി അല്ലേ? പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കട്ടെ. ബീഫൊക്കെ പൊക്കിപ്പിടിച്ച് BJPക്ക് പിന്നാലെ വരുന്നവരോടുള്ളത് കൂടിയാണ് ഈ മറുപടി. നിങ്ങളാവുന്നത് പോലെ മണ്ടത്തരങ്ങൾ പൊക്കിപ്പിടിച്ച് പിറകെ വന്നോളൂ. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. മേയർ പറഞ്ഞില്ലേ, ഞാനൊക്കെ തോറ്റതുപോലെ ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? എന്നിട്ടും അവർ പൊതുപ്രവർത്തനം ജനങ്ങളിലേക്ക് നിരന്തരം ഇറങ്ങി നിന്നു. ഒടുവിൽ കൃത്യമായിട്ട് VV രാജേഷ് ഉൾപ്പെടെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ വിജയിച്ചു. അവർ പണി നിർത്തിയിട്ടില്ല. കൃത്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഘട്ടമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് മരമൊണ്ണകള് കേരളത്തില് ഇവിടെ ആരും അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചെന്ന് പറയുന്നുണ്ടോ? ബീഫുമായിട്ട് മധ്യപ്രദേശിൽ നടന്നൊരു വിഷയം, അതൊരു സിനിമ ഇറങ്ങി. സിനിമ ജീവിതത്തിൽ കാണാത്ത മരമൊണ്ണകൾ പോലും ഇതിന്റെ പിന്നാലെ ഉണ്ട്. അതും പൊക്കിപ്പിടിച്ച് ആ ഹെഡിങ് ഒന്ന് വായിച്ചിട്ടെങ്കിലും ഇതെന്താ സംഭവം എന്നത് മനസ്സിലാക്കിക്കൂടെ? സകല മലയാളികളും തിരിച്ചറിയാം. ഇവിടെ BJP ഒരു ഭാഗത്ത് സാധാരണക്കാർക്കൊപ്പം നിലകൊണ്ട് എന്ത് പരിഹാസം വന്നാലും അതൊക്കെ തട്ടി മാറ്റി ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയം കേരളത്തിലെ ഇടതുപക്ഷത്തിലും ഈ കോൺഗ്രസ് സംവിധാനത്തിലൊക്കെ BJP അങ്ങനോ ഇങ്ങനോ എന്ന് പറയാ എന്നല്ലാതെ സ്വന്തമായിട്ട് എത്ര കാലമായി കേരളം ഭരിക്കുന്നു, എന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും വികസനം സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് ഉണ്ടായാ ഇവിടെ ഇടതുപക്ഷം ഈ പറയുന്ന UDF ഒക്കെ ചെയ്തിട്ടുള്ളത്? ഇത് മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിയാ. ഏതെങ്കിലും ഒരു സിനിമയുടെ വാലും പൊക്കി പിടിച്ച് ഇവിടെ സിനിമ 100 കണക്കിന് സിനിമ ഇറങ്ങും, അതൊന്നും പ്രശ്നമല്ല. പ്രശ്നമുള്ളത് എന്തെങ്കിലും ഒരു വിഷയം BJPക്കെതിരെ പറയാനേ. ബീഫുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാടെന്താ? താല്പര്യമുള്ളവർക്ക് കഴിക്കുക, അല്ലാത്തവർ കഴിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് നിങ്ങൾ അനുഭവിക്കുക, അതിലപ്പുറം ഒരു വിഷയവും ഇല്ല. അപ്പോ ഈ ബീഫും പൊക്കിപ്പിടിച്ച് നടക്കുന്നവരുടെയും മണ്ടക്ക് തന്നെ BJP കൊട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിഹസിക്കുന്നവർക്ക് ഇനിയും പരിഹസിക്കാം. ഞങ്ങൾ ലക്ഷ്യത്തിലേക്കാണ്, ഞങ്ങൾ കേരളം പിടിക്കുമെന്ന് BJP സുന്ദരമായിട്ട് പ്രഖ്യാപിച്ചതാണ് സകലയാളും കേട്ടിട്ടുള്ളത്. ഇതൊക്കെ ഈ മോദി വിരുദ്ധർ BJP വിരുദ്ധർ എങ്ങനെ സഹിക്കും?